ചില നക്ഷത്രജാതകരുടെ ഭാഗ്യം കണ്ട് കണ്ണു തള്ളിപ്പോകുന്ന സാഹചര്യമാണ് നിലവിൽ. ഈ 2023 വർഷം അവസാനിക്കും മുൻപ് ഒരു ലോട്ടറി ഭാഗ്യത്തിലൂടെ ദാരിദ്ര്യം മാറിക്കൊണ്ട് ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്ന നക്ഷത്രജാതകരെക്കുറിച്ചും ഇനിയുള്ള ദിവസങ്ങൾ അവരെ കാത്തിരിക്കുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ നോക്കാം, മേടക്കൂറിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക്. ഇവർ ഈ ഡിസംബർ മാസത്തിൽ 11, 99 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ഭാഗ്യക്കുറികൾ തിരഞ്ഞെടുത്താൽ ഇവരുടെ ജീവിതം ദാരിദ്ര്യത്തിൽ നിന്നും കരകയറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. ഇവർക്ക് സ്ഥാനമാനങ്ങളും പദവികളും അലങ്കരിക്കാൻ വലിയ അനുകൂല സാഹചര്യങ്ങൾ വരികയാണ്. പൊതുസമൂഹത്തിൽ ഇവരുടെ പേരും പ്രശസ്തിയും സമ്പത്തും ഇരട്ടിക്കുന്നത് കണ്ട് ശത്രുക്കൾ പോലും കണ്ണു തള്ളുന്ന ഒരു സാഹചര്യമാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനും പുതിയ ഗൃഹത്തിലേക്ക് താമസം മാറാനും ഇവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഇവരുടെ ആരോഗ്യം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രായമായവരിലെ അസുഖങ്ങളും വേദനകളും നീർക്കെട്ടും എല്ലാം മാറിത്തുടങ്ങും. കുടുംബജീവിതം സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിലൂടെ സന്തോഷകരമായിട്ട് മാറുകയും ചെയ്യും. ഭാര്യാഭർത്തൃ സൗഖ്യം, സന്താന സൗഖ്യം, ബന്ധുജന സൗഖ്യം എന്നിവയും തൊഴിലിൽ അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും ഇവർക്ക് നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്കും നല്ല സമയം. ഇപ്പോൾ പങ്കെടുക്കുന്ന പരീക്ഷകളിൽ 100% വിജയം കൊയ്യാനായിട്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും സാധിക്കും. സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ പ്രത്യേക ശ്രദ്ധ വേണം. ദൈവാധീനം കൊണ്ട് പല വിഷമതകളിൽ നിന്നും രക്ഷപ്പെടും. ഗൃഹത്തിൽ സന്താന ഭാഗ്യം. സർക്കാർ സംബന്ധമായിട്ട് തടസ്സപ്പെട്ടിരുന്ന ധനം ലഭിക്കും. കുടുംബക്ഷേത്രം പരിരക്ഷിക്കാൻ യോഗം കാണുന്നുണ്ട്. മേടക്കൂറിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് അർച്ചന, മുരുകന് പഞ്ചാമൃത അഭിഷേകം, ദേവിക്ക് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി, ആയില്യ പൂജ എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 20, 23, 30, 32 എന്നീ സംഖ്യകൾ ഇവർക്ക് വളരെ ഭാഗ്യം നൽകുന്ന സംഖ്യകളാണ്. ഈ ഡിസംബർ മാസത്തിൽ അവസാനത്തെ നാളുകൾ ലോട്ടറി ഭാഗ്യം കൊണ്ട് തന്നെ ഇതുവരെ അനുഭവിച്ച എല്ലാ ദാരിദ്ര്യവും ഇവരെ വിട്ടൊഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചില വിലപ്പെട്ട യാത്രകൾ ഈ കാലഘട്ടത്തിൽ ഇടവക്കൂറുകാർക്ക് നടത്തേണ്ടതായിട്ട് വരും. ധനം ചിലവഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. സാമ്പത്തിക പുരോഗതിയിലേക്ക് വെച്ചടിക്കയറ്റം നടത്തുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധ വേണം. സഹോദരങ്ങൾ തമ്മിലും ബന്ധുക്കൾ തമ്മിലും ഉള്ള തർക്കങ്ങളും കലഹങ്ങളും മാറിത്തുടങ്ങുന്ന ദിവസങ്ങളാണ്. ഭൂമി സംബന്ധമായിട്ട് ചില ലാഭങ്ങളും പ്രതീക്ഷിക്കാം. കൂടുതൽ അധ്വാനം ഏതു കാര്യത്തിലും അത്യാവശ്യമാണ്. സന്താനങ്ങൾക്ക് ദൂരദേശത്ത് പോയി പഠിക്കുന്നതിന് യോഗം കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു എന്നു കരുതിയ തറവാട്ട് ഭൂമി തിരികെ ലഭിക്കും. ഊഹക്കച്ചവടവും സാമ്പത്തിക ഇടപാടുകളും നടത്താൻ പറ്റിയ സമയമാണ്.
കൈമോശം വന്നു എന്ന് കരുതിയിരുന്ന സ്വർണം, ധനം, വിലപ്പെട്ട രേഖകൾ തുടങ്ങിയവയെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിൽ അലസത കാണുന്നുണ്ട്. മുതിർന്നവർ ഇടപെട്ട് പഠനത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. കാർഷിക മേഖലയിൽ നിന്നിവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും. ഉന്നത സ്ഥാനങ്ങളിൽ വിഹരിക്കുന്നവർക്ക് വീണ്ടും പേരും പ്രശസ്തിയും ഇരട്ടിയായിട്ട് ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. തൊഴിൽ സംബന്ധമായിട്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകും. സിനിമ, സീരിയൽ, നാടകം, പുസ്തകരചനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനലാഭവും പ്രശസ്തിയും ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇടവക്കൂറിൽ പിറന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഗുരുവായൂർ ദർശനം, മൂകാംബിക ദർശനം, തിരുപ്പതി ദർശനം, ധർമ്മശാസ്താവിനും ഹനുമാനും നീരാജനം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് മിഥുനക്കൂറിൽ പിറന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 78, 18, 17 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ഭാഗ്യ നമ്പറുകൾ ഇവർ തിരഞ്ഞെടുക്കുക. കാരണം മറ്റൊന്നുമല്ല, പല വഴികളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂല കാലം. പുതിയ കോഴ്സുകൾക്ക് ചേരാൻ അവസരങ്ങൾ ഒന്നൊന്നായിട്ട് ലഭിക്കും. തൊഴിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഉടൻ തൊഴിൽ യോഗം കാണുന്നുണ്ട്. 2023 ഡിസംബർ അവസാനിക്കും മുൻപ് ഇവരുടെ കർമ്മസ്ഥാനത്തിന് അനുകൂല സമയമാണ്. വിദേശയാത്രയ്ക്ക് കാത്തിരിക്കുന്നവർക്ക് അതിനും സാധിക്കും. വിദേശത്ത് പഠിക്കുന്നവർക്ക് പഠനത്തോടൊപ്പം ഒരു തൊഴിൽ സാധ്യതയും കാണുന്നുണ്ട്. മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് അല്പം സന്തോഷ നിമിഷങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനം വർദ്ധിച്ചു തുടങ്ങും. അഭീഷ്ട കാര്യങ്ങൾക്ക് അവസരങ്ങൾ കാണുന്നുണ്ട്. വസ്ത്രം, വാഹനം, സ്വർണം എന്നിവ സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായിട്ട് നേടാനായിട്ട് ഇവർക്ക് സാധിക്കും. വിവാഹബന്ധങ്ങൾ ഉറപ്പിക്കുകയും ഉറപ്പിച്ച വിവാഹബന്ധങ്ങൾ നടക്കുകയും ചെയ്യും. കലാകാരന്മാർക്ക് നല്ല കാലമാണ്. പുതിയ രചനകൾക്ക് അവസരങ്ങൾ ഉണ്ടാകും. എഴുത്തുകാർക്ക് നല്ല സമയം. ഭവന നിർമ്മാണം, പുതിയ ഭൂമി, സഹോദര സൗഹൃദം, പുനഃസമാഗമം എന്നിവയും മാതാപിതാക്കൾക്ക് സന്താനങ്ങൾ കാരണം സന്തോഷിക്കുന്നതിനുള്ള അവസരങ്ങളും ലഭിക്കും. കുടുംബപരമായി ലഭിക്കേണ്ട വസ്തുവകകൾ കൈവശം വരും. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. കണ്ണിന് രോഗം, അലർജി സംബന്ധമായ അസ്വസ്ഥത എന്നിവയൊഴിച്ചാൽ മറ്റെല്ലാ കാര്യങ്ങളിലും ഭാഗ്യ അനുഭവങ്ങൾ മെല്ലെ മെല്ലെ അനുഭവത്തിൽ വന്നു തുടങ്ങും. വിദേശ സ്വദേശവാസികൾക്കും പൊതുവെ സമയം ഉത്തമമാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനീശ്വരന് നീരാജനം, സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ആയില്യ പൂജ, നൂറും പാലും എന്നിവ കഴിപ്പിക്കുന്നതും ഏറെ ഗുണം ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ്. ഇനി നമുക്ക് കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 79, 71, 99, 81 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ഭാഗ്യ നമ്പറുകൾ ഇവർ തിരഞ്ഞെടുത്താൽ 2023 തന്നെ ഇവർ സമ്പന്നതയുടെ നെറുകയിൽ എത്തിച്ചേരും. ചിലവുകൾ ഒക്കെ കുറയുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ലഭിക്കുകയും ചെയ്യും. സന്താനങ്ങൾക്ക് പഠന വിജയം, ആഗ്രഹിക്കുന്ന കോഴ്സുകൾ പഠിക്കാൻ അവസരങ്ങളും ലഭിക്കും. കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. ചെറിയ നാണ്യവിളകൾ കൂടാതെ റബ്ബർ, ഏലം, ജാതി, വാഴ, നഴ്സറി സംബന്ധമായ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് സമയം അനുകൂലമാണ്. വിവാഹ ആലോചനകൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുന്നവർ അമിതവേഗം, ശ്രദ്ധക്കുറവ് എന്നിവ ഒഴിവാക്കണം. വീട് പുതുക്കി പണിയുന്നതിന് അനുകൂല സമയമാണ്. പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും അവ അനുകൂലമാക്കുന്നതിനും അവസരങ്ങൾ ലഭിക്കും. വ്യാഴൻ്റെ അനുകൂല അവസ്ഥ കാരണം തൊഴിൽ രംഗത്ത് ശോഭിക്കും. തടി വ്യാപാരം നടത്തുന്നവർക്ക് കുറച്ച് സാമ്പത്തിക പുരോഗതികൾ കാണുന്നുണ്ട്.
അതുപോലെ തന്നെ മത്സ്യബന്ധനം നടത്തുന്നവർക്കും നല്ല സമയമാണ്. ദൈവാനുഗ്രഹം വരുത്തിക്കൊണ്ട് വിവാഹ തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ ഇവർക്ക് ശ്രദ്ധ വേണം. കുടുംബത്തിൽ നല്ലൊരു സന്താനം ജനിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ, വസ്ത്രാഭരണങ്ങൾ എന്നിവ സമ്മാനമായിട്ട് ലഭിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന് നീരാജനം, ശബരിമല ദർശനം, നാഗക്ഷേത്ര ദർശനം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.